Hi friends, welcome to PreSuccess course. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 2-digit നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ 5 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അല്ലാത്ത നമ്പേഴ്സിന്റെ, അതായത് ചിലപ്പോൾ 5 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഓക്കെയാണ്, അല്ലെങ്കിൽ അല്ലാത്ത നമ്പേഴ്സിന്റെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്പർ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 26 ആണ്. 26ന്റെ സ്ക്വയർ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? 26 എന്താണ്? 26ന്റെ സ്ക്വയർ നമുക്ക് 26 × 26 എന്ന് എഴുതാം. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡിജിറ്റ്സിനെ എ ബി ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. എ എന്നുള്ളത് 2 ആണ്, ബി എന്നുള്ളത് 6 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബി സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ 36 ആണ്. 36ന്റെ 6 ഞാൻ എഴുതി. ബാലൻസ് എന്തുണ്ട്? ഒരു 3 ഉണ്ട് അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 × a × b പ്ലസ് റിമൈൻഡർ. അതായത് a × b എന്താണ്? 2 × 6 12 ആണ്. 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. 24ന്റെ കൂടെ ഈ ഒരു റിമൈൻഡർ, നമുക്ക് ശിഷ്ടം കിട്ടിയിരിക്കുന്ന ആ ഒരു സംഖ്യ കൂടെ കൂട്ടുക. അപ്പൊ 24 + 3 27 വരും. അതിൽ ഞാൻ 7 എഴുതി, പിന്നെയും അതിലൊരു റിമൈൻഡർ 2 ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് റിമൈൻഡർ ആണ്. a സ്ക്വയർ എന്താണ്? a എന്ന് പറയുന്നത് 2 ആണ്, a സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് ഈ റിമൈൻഡർ എത്രയാണ്? 4 + 2 6 വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 676 ആണ്. എളുപ്പമാണല്ലോ. ഒന്നും കൂടി പറയാം. 26 എന്നാണ് നമ്പർ എങ്കിൽ a = 2 and b = 6. അതിനെ b സ്ക്വയർ കണ്ടുപിടിക്കാം. b സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്, 36 വരും. അതിൽ 6 എഴുതി, ബാലൻസ് ഒരു 3 ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 പ്ലസ് അല്ലെങ്കിൽ 2 × a × b പ്ലസ് റിമൈൻഡർ ആണ്. 2 × a × b എന്ന് പറഞ്ഞാൽ a × b 12 ആണ്. 12 × 2 24 ആണ്. 24 പ്ലസ് ഈ ഒരു റിമൈൻഡർ 3 27 ആണ്. സോ അതിന്റെ 7 എഴുതി, പിന്നെ ഒരു റിമൈൻഡർ 2 ഉണ്ട് നമുക്ക്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് റിമൈൻഡർ ആണ്. a സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് ഈ റിമൈൻഡർ 2 എന്ന് പറയുന്നത് 6 ആണ്. സോ നമ്മുടെ ആൻസർ കിട്ടുക 676 എന്നാണ്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതുപോലെ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 44 എന്നുള്ള നമ്പറാണ്. 44 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ എഴുതുക എന്നുള്ളതാണ് അല്ലെ. സോ ബി സ്ക്വയർ, ഇവിടെ എയും 4 ആണ്, ബിയും 4 ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16ന്റെ 6 ഞാൻ എഴുതി, ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ബാക്കി ഒരു 1 ഉണ്ട് അല്ലെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 × a × b പ്ലസ് റിമൈൻഡർ. a × b 4 × 4 16 ആണ്. 16 × 2 32 വരും. 32 പ്ലസ് ഈ റിമൈൻഡർ 33 വരും. സോ അതിന്റെ 3 എഴുതാം. പിന്നെ നമുക്കൊരു ബാലൻസ് 3 ഉണ്ട്. 33യുടെ ഒരു 3 മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒരു റിമൈൻഡർ 3 ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് a സ്ക്വയർ ആണ്. a സ്ക്വയർ പ്ലസ് റിമൈൻഡർ. a സ്ക്വയർ എന്താണ്? 4 × 4 16 ആണ്. 16 പ്ലസ് റിമൈൻഡർ 3 എന്ന് പറയുന്നത് 90 ആണ്. സോ നമ്മുടെ ആൻസർ വരിക 1936 ആണ്. എളുപ്പമാണുള്ള 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 59 ആണ്. 59ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ സ്റ്റെപ്പ് ബി സ്ക്വയർ എഴുതുക എന്നുള്ളതാണ്. ബി ഇതില് 9 ആണ്, a ഇതില് 5 ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. 81ന്റെ 1 എഴുതി, റിമൈൻഡർ 8 ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 2 × a × b. a × b 5 × 9 45. 45 × 2 എത്ര വരും? 90 വരും. 90 + 8 98 ആണ്. റിമൈൻഡർ 9 വന്നു.
Then next step എന്താണ് a square ആണ് അല്ലേ. a square എന്ന് പറയുമ്പോൾ 5 into 5 25 വരും. 25 plus 9 എന്ന് പറയുന്നത് 34 ആണ്. സോ നമ്മുടെ ആൻസർ വരിക 3481. ഓക്കെ ആണല്ലോ. സോ 59ന്റെ സ്ക്വയർ വരിക 3481 എന്നാണ്. നമ്മൾ നേരത്തെ അല്ലെങ്കിൽ എങ്ങനെ 59ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക നമ്മൾ? ഒന്നെങ്കിൽ 59 into 59 എഴുതും, അല്ലെങ്കിൽ 60 minus 1 the whole square എന്ന് എഴുതിയിട്ട് ഐഡന്റിറ്റി വെച്ച് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിലും കൺവെൻഷണൽ മെത്തേഡിൽ കണ്ടുപിടിക്കുകയാണെങ്കിലും ടൈം കൂടുതൽ എടുക്കും. ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ കഴിയുന്നതും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. തുടക്കത്തിൽ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ ഡിഫിക്കൽട്ടി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 61 സ്ക്വയർ. 61ന് എ എന്ന് പറയുന്നത് 6 ആയിട്ടും ബി എന്നുള്ളത് 1 ആയിട്ടും കൺസിഡർ ചെയ്യാണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 തന്നെ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 into a into b. a into b 6 ആണ്. 2 into a into b എന്ന് പറയുമ്പോൾ 12 വരും. 12ന്റെ 2 എഴുതി, ബാക്കി ഒരു 1 ഉണ്ട് അല്ലെ. then a സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 സ്ക്വയർ is equal to 36. 36 plus 1 37. സോ നമ്മുടെ ആൻസർ വരിക 3721 എന്നാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. എളുപ്പത്തിൽ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിന്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക.